ഒരു വലിയ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ വോട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത്. എന്തായാലും ഒരു 58 വർഷത്തെ ചരിത്രം മാറ്റിക്കുറിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ ഞാൻ എൻ്റെ ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്തുകൊണ്ട്. അതെന്തായാലും ഈ ഒരു തീരുമാനം ഞാൻ എടുത്തതുപോലെ തന്നെ നമ്മുടെ വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവരും അത് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷയുള്ളത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയമായി നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലം അത്ഭുതകരമായൊരു വിജയം ഈ മണ്ഡലത്തിൽ ഉണ്ടാകും എന്നുള്ള നല്ല പ്രതീക്ഷയോടെയാണ് എൻ്റെ ആദ്യത്തെ വോട്ട് ഈ താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള എൻ്റെ മനസ്സ് വളരെ സന്തോഷകരമായ അനുഭവമാണ്. അതിലൊരു പ്രത്യേകത ഉള്ളത്, പഴയ കാലത്തു നിന്ന് വ്യത്യസ്തമായി വളരെ ഒരു ഈശ്വര വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ വോട്ട് രേഖപ്പെടുത്തിയത്. അതാണ് ചരിത്ര വിജയത്തിൻ്റെ ഒരു ഭാഗം. ഇനിയുള്ള കാലങ്ങളിൽ ജനങ്ങൾ മുഴുവനും പ്രതീക്ഷകളൊക്കെ ഒരു ഈശ്വര വിശ്വാസത്തോടുകൂടിയുള്ള മുന്നോട്ട് പോകുന്ന ആശയമാണ്. ആ ആശയം കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യപരമായ വലിയ മാറ്റങ്ങൾ ഈ രാജ്യത്ത് ഉയർന്നു വരും എന്നാണ് പ്രതീക്ഷ. എന്തായാലും അവരെ കൂടെ പ്രത്യക്ഷത്തിൽ ഇന്നത്തെ സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ അവരെ കൂടെ എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാകും എന്നാണ് ഈ വോട്ടും ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഞാൻ നൽകിയത്. ശരിക്കും വിശ്വാസിയായത് അത് വിശ്വാസിയാണ്. അതിൻ്റെ അകത്ത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് സംബന്ധിച്ചിടത്തോളം ഒരു മനസ്സിൽ സന്തോഷം വന്ന നിമിഷമാണത്. ആ നിമിഷം ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിമിഷങ്ങളിലൊന്നാണ്. മറ്റുള്ളവരിനുപരിയായി ഒരു ഈശ്വര വിശ്വാസി എന്ന് പറയാനുള്ള കാരണം ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അവർക്കെതിരായി പ്രവർത്തിച്ചുകൊള്ളും എന്നാണ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും പ്രതീക്ഷ നിലനിൽക്കുന്നത്. നേരത്തെ ഒരു സംതൃപ്തിയോടെയാണ് വോട്ട് ചെയ്തിരുന്നത്. അല്ല, നേരത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം അങ്ങനെ ആയിരുന്നു. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മനസ്സൊക്കെ വളരെ പതറിക്കൊണ്ടിരുന്നു. ആ പതർച്ച എനിക്ക് എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ കഴിയാതെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അത് വലിയൊരു ചരിത്ര വിജയമായി ഇത് മാറും എന്നാണ് എൻ്റെ ഈ വോട്ടിങ്ങിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അതുകൊണ്ട് ആ സന്തോഷം എല്ലാ ജനങ്ങളും ഇത് പകർത്തിയെടുത്ത് വലിയൊരു മാറ്റവിരായത്ത് ഇന്നല്ലെങ്കിൽ നാളെ മാറ്റം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് എൻ്റെ ഈ പ്രവർത്തനം. എപ്പോഴും ഞാൻ എല്ലായിടത്തും പറയുന്നത്, എന്തായാലും മരണം വരെ ജീവിച്ചിരിക്കണമല്ലോ. ആ ജീവിതത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നേരിട്ട് കാണാനും സന്തോഷിക്കാനും ഒരു അവസരം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജനങ്ങളൊക്കെ അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ മനസ്സിലുള്ള എൻ്റെ വികാരം. എൻ്റെ മനസ്സിലുള്ളത് ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പലരും ജാതി വ്യത്യാസമായ ചില സംസാരങ്ങളൊക്കെ പല സ്ഥലത്ത് നടക്കുന്നു. എന്നാലും എൻ്റെ വോട്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ഒരു മതസൗഹാർദ്ദം നിലനിർത്തുന്ന രീതിയിലുള്ള സമീപനമാണ്. പല പാർട്ടിക്കാർക്ക് തോന്നുന്നുണ്ടാവും ഇപ്പോൾ ഇത് വരുമ്പോൾ ഒരു ഭാഗത്തുള്ള ആൾക്കാർ മാത്രമേ വോട്ട് കിട്ടുള്ളൂ എന്നൊരു ധാരണ കടന്നിട്ടുണ്ട്. അതൊക്കെ വ്യത്യസ്തമായി ഈ മണ്ഡലം ഒരു പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോകുക. ആ രീതിയിലുള്ള ഒരു വലിയൊരു മാറ്റമാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ ഈ 16ാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഈശ്വരനാമത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഈ LDF നിന്ന് വിജയിക്കാൻ ആവശ്യമായ വോട്ട് കിട്ടും അങ്ങനെ ഞാൻ പറയാം. എന്തായാലും കഴിഞ്ഞ മാസത്തേക്കാളും വ്യത്യസ്തമായ വോട്ടുകൾ എനിക്ക് അനുകൂലമായി വരും എന്നുള്ളതാണ്. വോട്ടിൻ്റെ കണക്ക് വെച്ച് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഉണ്ടാക്കുന്ന എൻ്റെ പാർട്ടി പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തൊക്കെ പ്രതിഷേധങ്ങളുണ്ടായാലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനോ എല്ലാവിധ സാധ്യതയും ഇന്നലെ രാത്രി മുതൽ ഞങ്ങളുടെ വർക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് എൻ്റെ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസമാണ് എൻ്റെ മനസ്സിലുള്ളത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കന്മാരൊക്കെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നടത്തി. എന്താണ് അത് നൽകിയിട്ടുള്ള ആത്മവിശ്വാസം? അത് എൻ്റെ ആ പ്രചാരണത്തിലുള്ള പ്രത്യേകത നാട്ടിക നിയോജകമണ്ഡലം മാത്രമല്ല, ഇന്ത്യ ഒട്ടുക്കും ഒരു ചർച്ച ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് അതിനുള്ള പ്രത്യേകത ഒരു LDF MLA ആയിരുന്ന ആൾ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ചില ആശയങ്ങൾക്ക് വ്യത്യസ്തമായി മുന്നോട്ട് വന്നപ്പോൾ അത് ലോക ചരിത്രമാണ്, കേരള ചരിത്രമാണ്, ഇന്ത്യ ചരിത്രമാണ്. ആ ചരിത്രം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പോകുന്ന സാബാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ കൂടെ നിൽക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ MP ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ വാഗ്ദാനങ്ങളും കൂടിയാകുമ്പോൾ ഒരു ഭയപ്പാടും എന്നെ സംബന്ധിച്ചോളം എൻ്റെ പാർട്ടിക്കാർക്കും അങ്ങനെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ.